നീ പോയത് സ്നേഹയുടെ കൂടെ, നിന്നെ വിളിക്കാൻ വന്നത് ആതിര. പിന്നെ നീ എന്താ അനഘയുടെ കൂടെ? ഇതെന്താണ് നിന്റെ വായിൽ മുഴുവൻ? അതെ, ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ ഈ കുരുപ്പിനെ എന്നെ ശല്യം ചെയ്യാൻ വിടരുതെന്ന്. അവിടെയോ സമാധാനം തരൂല. അതൊന്നും പോരാഞ്ഞിട്ടും ടൂറിന് വന്ന് ഇവിടെ ശല്യം. ഇവൾ എന്ത് ചെയ്തു നീ പ്രസംഗിക്കുന്നേ? ഇന്ത്യൻ ചേച്ചിയുടെ മുറി വന്ന് ഒളിഞ്ഞു നോക്കുന്നു. ഒളിഞ്ഞു നോക്കിയതൊന്നും അല്ലമ്മേ. അവന്റെ ആന്റിയുടെ ശബ്ദം കേട്ടപ്പോ ഞാൻ നോക്കിയെന്നേ ഉള്ളൂ. ഇവരവിടെ എന്തോ സിനിമ കഥയും പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അവിടെ അവന്റെ ചേച്ചിയുടെയും മറ്റു പലരുടെയും ശബ്ദം കേട്ടുന്ന് വരും. അതൊന്നും നീ ശ്രദ്ധിക്കണ്ട. ഇവിടെ എന്താ എടി, എന്താ മേലെടുത്തി? അനഘയുടെ മുറിയിൽ ആവണി ഒളിഞ്ഞു നോക്കിന്ന്. ഒളിഞ്ഞു നോക്കിന്നോ? എന്തിന്? ഇവളുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കാനും മാത്രം എന്താ ഉള്ളതെന്നാ ഞാനും ആലോചിക്കുന്നത്. ഇങ്ങനെ മുന്നിൽ വന്ന് നിന്നാ പോലെ ഇവളുടെ മുഖം കണ്ട കലി വരും. അപ്പോഴാ ഒളിഞ്ഞു നിന്ന് നോക്കി ഇവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പോകുന്നത്. നിനക്ക് പണ്ട് എന്റെ മോളുടെ അടുത്തുള്ളതാ ഈ കലിപ്പ്. അത് മാറ്റുന്നതാ നിനക്ക് നല്ലത്. അതെ, ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അവന്തിക ആന്റിയുടെ സംസാരം കേട്ടിട്ട് ഞാൻ നോക്കിയെന്നേ ഉള്ളൂ. അവിടെ ഈ ആന, ഈ അനഘ ആന്റി ഉള്ളത് ഞാൻ അറിഞ്ഞില്ല. നീ എന്താ വിളിച്ചേ? ആനയെന്നോ? ഇതിങ്ങനെ എപ്പോഴും കൂടെ ഉള്ളത് കൊണ്ടാ നിനക്ക് ആരെ കണ്ടാലും അങ്ങനെയൊക്കെ തോന്നുന്നേ. എവിടെ പോയാലും മനുഷ്യന്റെ സ്വൈര്യം തരില്ലെന്ന് വെച്ചാ ശല്യങ്ങളും. മര്യാദക്ക് നടന്നോണം. ബാക്കിയുള്ളവരുടെ തോളി കയറിയുണ്ടല്ലോ, ഇവിടെ കളഞ്ഞിട്ട് പോവും ഞങ്ങള്. വലിഞ്ഞു കയറി വന്നതും പോരാ. നിർത്തടി. ദേ, നിന്റെ ചെലവിലൊന്നും അല്ലല്ലോ ഞങ്ങൾ വന്നത്, ആണോ? വലിഞ്ഞു കയറി വന്നതേ ഞങ്ങളല്ല, നീയാ. മേലെടുത്തി ഒന്നും പറയണ്ട, പോട്ടെ. ഒന്നും പറയണ്ടെന്ന് കരുതിയാ ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചത്. അപ്പൊ ഇവളുടെ വർത്താനം കേട്ടില്ലേ? ഇനി രണ്ട് പറഞ്ഞിട്ടേ നിർത്തുന്നുള്ളൂ. നീ എന്റെ മോളെ മര്യാദ പഠിപ്പിക്കണ്ട. നീ ആദ്യം മര്യാദക്ക് നടക്ക്. നീ ടൂറ് പോയിട്ട് ഒളിച്ചോടിന്ന് പറഞ്ഞു വരുത്തിയതല്ലേ. എന്തായാലും ഞങ്ങളാരും അത്ര തരം താണും ജീവിക്കുന്നവരല്ല. നീ എന്ത് കരുതി? നിന്റെ കഥയൊന്നും ഞങ്ങളാരും അറിയത്തില്ലെന്നോ? ഞാൻ അപ്പോഴേ അർച്ചനയോട് പറഞ്ഞതാ, ഇവളെയൊക്കെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്റെ കൈക്ക് മെനക്കേട് ഉണ്ടാക്കുമെന്ന്. അർച്ചന വിലക്കിയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചെപ്പക്കുറ്റി അടിച്ച് പൊട്ടിച്ചേനെ. ഒരു പരിധിക്കപ്പുറം എന്നെ നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് പോലും പറ്റിയെന്ന് വരില്ല, അറിയാലോ നിനക്ക്. ഇവിടെയെങ്കിലും നീ എന്റെ കൈ നാണ്ടി മേടിക്കാതെ നോക്കും. ഇതെന്റെ ഒരു അപേക്ഷയാ. അതുകൊണ്ട് നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. അനഘേ, നിനക്ക് സമാധാനമായല്ലോ? നമ്മൾ വന്നത് സന്തോഷത്തോടെ കുറച്ചു ദിവസം ഒരുമിച്ച് യാത്ര ചെയ്യാന്ന് കരുതിയിട്ടാ. അതിന്റെ ഇടയിൽ എന്തിനാ വെറുതെ വഴക്കും ബഹളമൊക്കെ? സന്തോഷത്തോടെയുള്ള യാത്ര ഞാൻ കാണിച്ചു തരാ എല്ലാത്തിനെയും. ഒന്ന് പോടി അവിടുന്ന്. എന്റെ സ്നേഹേ, എത്ര കിട്ടിയാലും പഠിക്കാത്ത വല്ലാത്തൊരു ജന്മം തന്നെ. ഇനി അവിടെ എവിടെ പോയി കണ്ടുപിടിക്കും? ഓഹോ, അപ്പൊ എന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ? നീ എന്റെ കണ്ണുകുത്തുമ്പോ ഞാൻ തിരിച്ചറിയുന്നു നിന്റെ സ്നേഹത്തിന്റെ ചൂട്. ഞാൻ കണ്ണടച്ച് നിൽക്കുമ്പോ ഞാൻ കാണുന്നുണ്ട് ഒരു കാഴ്ച. എന്നെ അടുത്തറിയുന്ന, എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ രൂപം. സന്ദീപ് പറഞ്ഞത് സത്യമാണോ? എന്ത്? എന്റെ സ്നേഹം നീ അത് ഞാൻ നിന്നെ കളിയാക്കി പറഞ്ഞതാ.
കളിയാക്കി പറഞ്ഞെന്നോ? തന്നോടാര് പറഞ്ഞു എന്റെ കണ്ണുപൊത്താൻ? ഞാൻ കണ്ണു പൊത്തിയപ്പോ സന്ദീപ് എന്തിനാ എന്റെ കൈ കയറി പിടിച്ചത്? എന്തിനാ എന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞത്? നിന്റെ സ്നേഹം? പിന്നല്ലാതെ വേറെ ആരുടെ സ്നേഹം? എനിക്കറിയാം സന്ദീപ് അറിയാതെ എന്നോടുള്ള ഇഷ്ടം ഒരു നിമിഷത്തേക്ക് പുറത്തേക്ക് വന്നതാണെന്ന്. ഇഷ്ടോ? അതെ, ഇഷ്ടം. എന്തിനാ സന്ദീപേ ഇനി ഈ ഒളിച്ചുകളി? അതങ്ങ് തുറന്നു പറഞ്ഞൂടെ? സത്യം പറഞ്ഞ സന്ദീപ് ആദ്യമായി ഇപ്പൊ എന്നെ തൊട്ടപ്പോഴും അത് പറഞ്ഞപ്പോഴും എന്റെ മനസ്സിൽ കുളിരി കോരിയിട്ട പോലെയായിരുന്നു. എന്നാലേ ആ സുഖം വേണ്ട, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ചില അബദ്ധങ്ങള് മറ്റൊരാൾക്ക് മറക്കാനാവാത്ത ഓർമ്മകള് സമ്മാനിക്കുമെങ്കിൽ ആ അബദ്ധങ്ങള് നല്ലതല്ല സന്ദീപ്. സന്ദീപിന്റെ ഈ ഒരു അബദ്ധം എന്റെ ജീവിതത്തിൽ ഇന്ന് ഓർമ്മിച്ചിരിക്കുന്ന ഒന്നാണ്. ഇതുപോലുള്ള അബദ്ധങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണമെന്ന എന്റെ പ്രാർത്ഥന. പ്രാർത്ഥനയോ? നിനക്ക് ഏതാണ്ട് പറ്റിയിട്ടുണ്ട്. അതെ, എനിക്ക് പറ്റി. ഞാൻ സന്ദീപിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. തന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അത് സാരമില്ല. ഇതുവരെ എനിക്ക് ചെറിയൊരു ഉറപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇതോടെ എനിക്ക് വിശ്വാസമായി സന്ദീപ് എന്നെ സ്നേഹിച്ചു തുടങ്ങുമെന്ന്. അനക്കെ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഒരു പെൺകുട്ടിയുടെ കൈ കയറി പിടിച്ചിട്ട് നിന്റെ സ്നേഹം, സ്നേഹത്തിന്റെ ചൂട് എന്നൊക്കെ പറയുന്നതാണോ അബദ്ധം? നമ്മളെ സ്നേഹിക്കുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതും ഒക്കെ ഞാൻ ഇന്നും സ്വപ്നം കാണാറുണ്ട്. ഇനിയും അതിന് ഞാൻ എത്ര നാള് കാത്തിരിക്കണമെന്ന് മാത്രം സന്ദീപ് പറഞ്ഞാൽ മതി. എത്ര വർഷം വേണമെങ്കിലും ഞാൻ കാത്തിരുന്നോളാം. എന്റെ കയ്യിൽ തൊട്ടതും പറഞ്ഞതും ഒക്കെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ. ഇത്രയും നാളും ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു. ഇനി അത് വേണ്ട. എന്നെ ഇനിയും സന്ദീപ് ഒറ്റയ്ക്കാക്കൂ? പറയാ, ഒറ്റയ്ക്കാക്കൂ? ഇത് നമ്മുടെ രണ്ടാളുടെയും രണ്ടാം ജന്മം. തൻ്റെ നെറ്റിയിൽ ഇതിനു മുമ്പ് 2 തവണ ഞാൻ സിന്ദൂരിട്ടിട്ടുണ്ട്. അന്നൊക്കെ താൻ അരികിൽ നിൽക്കുമ്പോഴും എൻ്റെ മനസ്സ് അകലെയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ആ അവസ്ഥയൊക്കെ മാറി. ജീവിതം മാറി. തിരിച്ചറിവുകളുണ്ടായി. എൻ്റെ ശരീരവും മനസ്സും ഇപ്പോൾ തൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അർച്ചന എന്ന എൻ്റെ പെണ്ണ് എന്നെ ശരിക്കും തോൽപ്പിച്ചു കളഞ്ഞു. എങ്ങനെയെന്നോ? സ്നേഹം കൊണ്ട്. സ്നേഹിച്ച് സ്നേഹിച്ച് എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഇപ്പോ എനിക്കൊരാഗ്രഹം തോന്നുന്നു. എന്താ? ഒരു വിവാഹം കൂടി കഴിച്ചാലോ എന്ന്. അയ്യോ, അങ്ങനല്ല. ഈ നിൽക്കുന്ന
ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഈ ആളെ തന്നെ ഒന്നുകൂടി വിവാഹം കഴിച്ചാലോ എന്ന്. അതിനെ പശ്ചാത്താപമെന്നോ കുറ്റബോധമെന്നൊക്കെ വിളിക്കാം. ഒരു വിവാഹവും കഴിക്കണ്ട. ഇത്രയും നേരം ഞാൻ കേട്ടുനിന്ന സച്ചേട്ടൻ്റെ വാക്കുകളുണ്ടല്ലോ, അത് മതി എനിക്ക് ഈ ജന്മം സന്തോഷിക്കാൻ. ഈ കരുതൽ മതി സമാധാനത്തോടെ മരിക്കാൻ. ഒരിക്കലും ഇങ്ങനൊന്നും പറയരുത്. ഈ ആൾ ഇല്ലാണ്ടായ പിന്നെ ഞാനുണ്ടാവുമോ? ജീവിക്കുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച്, മരിക്കുന്നെങ്കിലും അങ്ങനെ തന്നെ. കഷ്ടപ്പെട്ട് സന്ദീപിനെ കണ്ടപ്പോ അവനൊക്കെ ഉണ്ടായിരുന്നല്ലോ കൂടെ. ഹേയ്, അതിലിവിടെ വന്ന് നിൽക്കുമായിരുന്നോ? നിങ്ങൾ എവിടെയൊക്കെ നോക്കിയെന്ന് അറിയോ? എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ട്രിപ്പ് വന്നിട്ട് ഓരോരുത്തർ ഓരോ മുറിയിൽ കഥകം പൂട്ടിയിരിക്കുക. എങ്കിൽ പിന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്നാ പോരായിരുന്നോ? ഈ രാത്രി പിന്നെ വേറെന്ത് ചെയ്യാനാ? ബെസ്റ്റ്. രാത്രി എന്തൊക്കെ ചെയ്യാം? ക്യാമ്പ് ഫയർ, അന്താക്ഷരി കളിക്കാം, അങ്ങനെ എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് അറിയോ? നമുക്ക് മൂന്നേർക്ക് കൂടി അന്താക്ഷരി കളിച്ചാലോ? ആദ്യത്തെ അക്ഷരം ഞാൻ പറയാം. ല. എന്തോന്ന്? ല. വളഞ്ഞതിന്റെ ല. എങ്കിലേ വളഞ്ഞതിന്റെ ലാ വെച്ചിട്ട് നീ ഒരു പാട്ട് പാടിക്കേ. എന്നെ പിടിച്ചോ. എനിക്കറിയാം. മതി നിന്റെ ഒരു ലാ. ഇതൊന്നും ശരിയാവില്ല. കാര്യം വലിയ പുതുമയുള്ള കളിയൊന്നുമല്ല, ഇച്ചിരി കുട്ടിക്കളിയാ. ഗെയിം പറയട്ടെ? ആ പറയ്. നമുക്കേ സാറ്റ് കളിച്ചാലോ? സാറ്റോ എന്ന് വെച്ചാ? സാറ്റ് എന്ന് പറഞ്ഞ ഹൈഡ് ആൻഡ് സീക്ക്. എങ്കിൽ നമുക്ക് മൂന്നുപേർക്കും കൂടി കളിക്കാം. ഞാൻ ആദ്യം എണ്ണ. നമുക്ക് മൂന്നു പേർക്കും അല്ല, നമ്മളോടൊപ്പം വന്ന എല്ലാവരെയും റൂമിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരണം. ഏട്ടന്മാരെയും ഏട്ടത്തിമാരെയും എല്ലാം. എല്ലാവരും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. എന്തു പറയുന്നു? ആ അതെ, എല്ലാവരെയും വിളിക്കണം, ഒരാളെ പോലും വിടരുത്. ഇങ്ങനെ ഇരിക്കാനാണെങ്കിൽ സ്നേഹ പറഞ്ഞ പോലെ എന്തിനാ ഇവിടേക്ക് വന്നത്? വീട്ടിലെങ്ങാനും ഇരുന്നാ പോരെ? പിന്നെ അല്ലാതെ. ഒരു കാര്യം ചെയ്യും, ആദ്യം ചെന്ന് സച്ചേട്ടനെയും അർച്ചനെടുത്തേയും വിളിക്കും. ഞാൻ പോയി സന്ദീപ് ഏട്ടനെയും മീരെടുത്തേയും വിളിക്കാം. ആവണി അപ്പോഴത്തേക്കും അനക്കയും അവന്തികേട്ടത്തെയും പോയി വിളിക്കണം. ഓക്കെ? ഡബിൾ ഓക്കെ. ചേട്ടാ, ആതിരേ, അച്ചുചേച്ചി എവിടെ? അകത്തുണ്ട്, കേറി വാ. നിങ്ങൾ രണ്ടുപേരും ഈ മുറിയിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങത്തില്ലേ? ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. വിവാഹം കഴിഞ്ഞ് ഇത്രയായിട്ടും ഇതുവരെ സംസാരിച്ച് തീർന്നില്ലേ രണ്ടാളും? നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്റെ ചേച്ചി, നമ്മള് ടൂറ് വന്നിരിക്കുക. ഇവിടെ എല്ലാവരുടെയും മട്ടും ഭാവം കണ്ടാ തോന്നും തീർത്ഥയാത്രയാന്ന്. നീ പറയാനുള്ളത് പറഞ്ഞിട്ട് പോവെണ്ണേ. പറഞ്ഞിട്ട് പോവാനല്ല, നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവാനാ ഞാൻ വന്നത്. എങ്ങോട്ട്? ഞങ്ങൾ എല്ലാരും കൂടി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോവാ. നിങ്ങൾ രണ്ടാളും വരണം. ഞങ്ങളോ? അതെ, നിങ്ങള്. അതെന്താ, എന്റെ ചേച്ചിയുടെ ഭർത്താവിന് അത്രയ്ക്കങ്ങ് വയസ്സായി പോയോ? അതല്ല. ഏതല്ല, ഏതായാലും രണ്ടാളും വന്നേ പറ്റൂ. ഒരു ട്രിപ്പ് വന്നിട്ട് എല്ലാവർക്കും ഒരു തണുത്ത മട്ട. വാ വാ, രണ്ടുപേരും വാ. നീ പൊയ്ക്കോ, ഞങ്ങൾ വന്നേക്കാം. ഉറപ്പാണോ? ഇനി തേക്കാൻ വല്ലതാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ വീണ്ടും വരും. ഞങ്ങള് വരാടി, നീ ചെല്ല്. ഓക്കെ, അപ്പൊ വേഗം ആ രണ്ടാളും.
നീ പോയ സ്നേഹം ഒന്ന് വല്ലയിടത്തും മിണ്ടാതിരിക്കാനുള്ളതിന് സാറ്റ് കളിക്കാൻ പോകുന്നു. ഒന്ന് വാ സന്ദീപ് ഏട്ടാ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നാമത് യാത്ര ചെയ്തൊന്ന ക്ഷീണം, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിടന്ന് ഓടുന്നു. പ്ലീസ് സന്ദീപ് ഏട്ടാ, ഏട്ടനും കൂടെ ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ നിർബന്ധിക്കുന്നത്. അതീ കുറഞ്ഞുള്ള രസമൊക്കെ മതി. നീ പോവാൻ നോക്ക്. ഓ അത്ര വലിയ ജാടയാണെങ്കിൽ വരണ്ട. ആ വരുന്നില്ല. ആതിരയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ സാരയില്ല, ഞങ്ങള് കളിച്ചോളാം. എടി അല്ലെങ്കിൽ നിൽക്ക്. അതിന്റെ പേരിൽ നീ സെന്റ് ആവണ്ട, ഞാനും വന്നേക്കാം. സന്ദീപ് എന്നെ യാത്ര ക്ഷീണമല്ലേ, റെസ്റ്റ് എടുക്ക. അയ്യോ എന്ത് ക്ഷീണം? നിങ്ങളെല്ലാരും വരുമ്പോ ഞാനായിട്ട് മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ. അല്ല വരണ്ട. ഞാൻ വരും. ഇനി ഞാൻ വരാത്തതിന് നിനക്ക് വിഷമമുണ്ട്. എനിക്കൊരു വിഷമം ഇല്ലെന്നേ. ആര് പറഞ്ഞു? നിന്റെ മുഖം കണ്ടാലറിയാം നിനക്ക് വിഷമമുണ്ടെന്ന്. വാ വാ. അമ്മേ ഞാൻ വിളിച്ച ആന്റി. ഇനി അനഘേന്റെ കൂടെ വിളിച്ചിട്ട് ഇപ്പ വരാം. ശരി. എന്താ വീണ്ടും നീ ശബ്ദം കേട്ട് വന്നാണോ? അതിനിവിടെ ആരും സംസാരിച്ചില്ലല്ലോ. അവിടെ എല്ലാരും ഗെയിം കളിക്കാൻ പോവാ. ആന്റി കൂടെ വിളിക്കാൻ പറഞ്ഞു. ഗെയിമോ? പിന്നെ ഈ രാത്രിയിൽ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്നതിന് പകരം ഗെയിം കളിക്കാൻ പോകുന്നു. അവരോട് പറഞ്ഞേക്ക്, അവരെ പോലെ അനഘയ്ക്ക് വട്ടില്ലാന്ന്, അതുകൊണ്ട് വരുന്നില്ലാന്ന്. വാ ആന്റി, എല്ലാരും ഉള്ളോണ്ട് നല്ല രസമായിരിക്കും. എനിക്ക് അതില് കുറഞ്ഞ രസമൊക്കെ മതി. നീ ചെല്ല്. ആ നീ ഒന്ന് അവിടെ നിന്നേ. അവിടെ ആരൊക്കെയുണ്ട്? എല്ലാരും ഉണ്ട്. ആതിരയുണ്ടോ? പിന്നെ ഉണ്ട്. സന്ദീപോ? സന്ദീപങ്ങളും ആതിര ആന്റിയും എല്ലാരും ഉണ്ട്. ആന്റി വരുന്നോ? നീ വലിയ കാര്യത്തിൽ വന്ന് വിളിച്ചല്ലേ, ഞാനും വന്നേക്കാം. വാ. എല്ലാരും ഇത് എവിടെ പോയി? ചേച്ചി വാ വാ. എന്താ? എല്ലാരും എത്തിയോ? എല്ലാരും എത്തിയോ? അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ. ഫസ്റ്റ് തന്നെ ഞാൻ കൗണ്ട് ചെയ്യാം. 1 2 ടിക് ടിക് 4 ടിക് ടിക് 5 ടിക് ടിക് 6 ടിക് ടിക് 7 ടിക് ടിക് 8 ടിക് ടിക് 9 ടിക് ടിക് 10. അടിച്ചാലും അടിച്ചില്ലെങ്കിലും സാറ്റ്. വീഴരുത്. എന്തേ കാണിച്ചു? എനിക്ക് സാറ്റ്. അനങ്ങന്റെ ചെന്നേ. ഇത് നോക്ക്, കള്ളക്കളി കളിക്കരുത്. 10 വരെ മര്യാദയ്ക്ക് എണ്ണണം. ടിക് ടിക് 1 ദേ ഓടിക്കൂ. ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5 ടിക് ടിക് 6 ടിക് ടിക് 7 ടിക് ടിക് 8 ടിക് ടിക് 9 ടിക് ടിക് 10